محمد صلى الله عليه وسلم من أعطي فشكر وابتلي فصبر وظلم واستغفر ثم سقط رسول الله صلى الله عليه وسلم فقالوا ماذا له يا رسول الله؟ فقال النبي صلى الله عليه وسلم لهم الأمن وهم المهتدون إليك يا ربي قد وجهت حاجاتي وجئت بابك يا ربي برغباتي أنت العليم بما يجري الضمير به يا عالم الغيب علام الخفيات مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم റബ്ബ് തആല നമ്മൾ ചൊല്ലിയ സലാത്ത് ഖബൂൽ ചെയ്യട്ടെ. ഹബീബായ റസൂലിന്റെ ഹദറത്തിലേക്ക് ഇതിന്റെ പ്രതിഫലം കണക്കില്ലാതെ രേഖപ്പെടുത്തി റബ്ബ് തആല എത്തിച്ചു കൊടുക്കട്ടെ. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് കാരണത്താൽ, നമ്മൾ ചൊല്ലിയ സലാത്ത് കാരണത്താൽ റബ്ബ് തആല ഹബീബായ റസൂലിന്റെ ശഫാഅത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ നീറുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും അറിയുന്ന റബ്ബ് എല്ലാവിധ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം റബ്ബ് തആല നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ റബ്ബ് തആല നിറവേറ്റി തരട്ടെ. നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മുടെ ഉസ്താദ് രോഗിയാണ്, അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്ത് റബ്ബ് തആല നിലനിർത്തട്ടെ. റബ്ബിന്റെ ദീനിന് വേണ്ടി ചെയ്ത ഖിദ്മത്തുകളുടെ ഹഖുണ്ട്. റബ്ബ് തആല പൂർവാരോഗ്യത്തോടുകൂടെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ഇനിയും നമ്മുടെ കാശിന് നേതൃത്വം നൽകാൻ ഉസ്താദിന് വന്നെത്താനുള്ള ആഫിയത്ത് റബ്ബ് തആല എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നിറവേറ്റി തരട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഈ സംഗമം പോലെ റബ്ബിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ സംഗമം റബ്ബ് തആല നമ്മയൊക്കെ അവന്റെ സുഖലോക സ്വർഗത്തിലും നമ്മുടെ പൂർവികരോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നേതൃത്വം നൽകിയിരുന്ന പലരും ഏറ്റവും അവസാനമായി ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് നമ്മോട് വിട പറഞ്ഞു. അവർക്കൊക്കെ റബ്ബ് തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവരുടെയൊക്കെ ഉഖ്റവിയായ ദറജകളെ റബ്ബ് തആല ഉയർത്തട്ടെ. നാളെ റബ്ബ് അവന്റെ സുഖലോക സ്വർഗത്തിൽ അവരോടൊപ്പം ചേർന്ന് സ്വർഗലോകത്തൊരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലം അത്രയും റബ്ബിന്റെ പൊരുത്തത്തിൽ അവന്റെ പ്രീതിയിൽ ജീവിതം ധന്യമാക്കാനും മരണം ഹൈറാകുമ്പോൾ സ്വയം ബുദ്ധിമുട്ടാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ പരിപൂർണ ഈമാനോടുകൂടെ പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചത്തിൽ ചൊല്ലി മശായിഖാകുന്ന കണ്ണാടിയിലൂടെ ഹബീബായ റസൂലിനെ കണ്ട് റാഹത്തോടെ ഇഹലോകത്തോടെ യാത്ര പറയാനുള്ള മഹാഭാഗ്യം റബ്ബ് തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ.
സഹോദരങ്ങളെ, വളരെ കുറഞ്ഞ സമയമുള്ളത്. ഈ സമയം വെറുതെ നഷ്ടപ്പെടുത്താതെ നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുസ്തഫ ഫൈസിയുടെ ക്ലാസ്സാണ്. പിന്നെ എന്തായാലും ഇവിടെ വന്നാൽ പറയുന്നത് പരിശുദ്ധ ദീനാണല്ലോ. ഉസ്താദിന് സുഖമില്ലാത്തത് കൊണ്ട് ഉത്തരവാദിത്തം എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഉസ്താദിന് ചെറിയ വിഷമുണ്ട്. എല്ലാവരും ദുആ ചെയ്യണമെന്ന് പറയേണ്ടതിൽ ഞങ്ങളൊക്കെ വേർക്കും. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ സുഹൃത്തുക്കള് ഉണർത്തിയത് സൂറത്തുൽ ജിന്നിലെ സൂറത്തുൽ ജിന്ന് 19-ാമത്തെ ആയത്താണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തെത്തിയിരിക്കുന്നത്. ഞാനിന്ന് പറയാനൊരുങ്ങി വന്നതും ഈ ആയത്തും ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ എന്ന പരിശുദ്ധമായ ആയത്തിലാണ് ഇപ്പോൾ ചർച്ച ചെയ്ത് എത്തി നിൽക്കുന്നത്. ഇനി അതാണ് ചർച്ച ചെയ്യാൻ. ഞാൻ ആമുഖങ്ങളൊന്നുമില്ലാതെ സമയത്തിന്റെ വില മാനിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ഇന്ന് സൂറത്തുൽ ജിന്നല്ല ചർച്ച ചെയ്യുന്നത്, പക്ഷെ ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ചർച്ച. റബ്ബ് തആല അവന്റെ ദീന് വളവില്ലാതെ മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളിൽ അതിപ്രമുഖനായ സയ്യിദുന അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച പരിശുദ്ധമായ ഒരു വാക്യം, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്, അർബഉ ഖിസാലിൻ മൻ കുന്ന ഫീഹി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന മൻ കാന ഇസ്മതു അംദിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഇദാ അസാബതുഹു മുസീബഹ ഖാല ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ വഇദാ ഉഅതിയ ശൈഅൻ ഖാല അൽഹംദുലില്ലാഹ് وإذا أذنب ذنبا قال أستغفر الله. സയ്യിദുന അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്, 4 നല്ല ഗുണങ്ങൾ ഒരു മനുഷ്യനിൽ സംഗമിച്ചാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കേണ്ട ഏറ്റവും വലിയ വിജയം അവനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇവരൊക്കെ എന്തെങ്കിലും പറയുന്നവരല്ല. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു, ഞാൻ എഴുതി കൊണ്ടുവന്നത്, ഞാൻ പരിശുദ്ധ ഹദീസുകളിൽ നിന്ന് ക്രോഡീകരിച്ചത്, അതിനപ്പുറം ഞാൻ മനസ്സിലാക്കിയതും നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ചെയ്യുന്നത്. സ്വഹാബത്തുൽ കിറാം, അവരുടെ പിൻഗാമികളായ മഹാന്മാർ, അവരൊക്കെ പറയുന്നത് അളന്നു മുറിച്ച വാക്കുകളായിരിക്കും. അതിൽ പതിരുണ്ടാവില്ല, മാറ്റി നിർത്താൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ മഹാന്മാരിൽപ്പെട്ട അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്, 4 ഗുണങ്ങൾ ഒരു മനുഷ്യനിലുണ്ടായാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവനിക്ക് റബ്ബ് തആല സ്വർഗ്ഗത്തിൽ പ്രത്യേകമായ ഭവനം ഒരുക്കി വെക്കുന്നതാണ്. ഒന്നാമതായി ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നു, മൻ കാന ഇസ്മതു അംരിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവന്റെ കാര്യങ്ങളൊക്കെയും, അവൻ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെയും ക്യാപിറ്റൽ, അവൻ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ മൂലധനം എന്ന് പറയുന്നത്, അതിന്റെ കേന്ദ്രം ലാ ഇലാഹ ഇല്ലല്ലാഹയായിരിക്കും. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയായിരിക്കും. അവൻ ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നുവോ അതൊക്കെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയായിരിക്കും. അവനൊരു ശ്വാസം വലിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയായിരിക്കും. അവൻ ശ്വാസം വിടുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെ ഒരാളുടെ ജീവിതത്തെ ഒരാൾക്ക് മാറ്റുവാൻ സാധിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവനിക്ക് റബ്ബ് തആല സ്വർഗ്ഗലോകത്തൊരു പ്രത്യേക ഭവനം ഒരുക്കുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു. അതെ, അതാണ് ഇന്നത്തെ ആയത്തിൽ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്ന ആയത്തിലും ബേസ് ചെയ്തിരിക്കുന്നത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി
ولا أشرك بعبادة ربي أحدا. ഖുൽ നബിയെ താങ്കൾ പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ ആരാധിക്കുന്നു. വലാ ഉശ്രികു ബിഇബാദതി റബ്ബി അഹദാ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമാണ് ആരാധിക്കുന്നത്. വലാ ഉശ്രികു ബിഇബാദതി റബ്ബി അഹദാ, എന്റെ റബ്ബിനെ ചെയ്യുന്ന ആരാധനകളിൽ ഞാൻ മറ്റൊരാളെയും പങ്കു ചേർക്കുന്നില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം ഹബീബേ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമാണ് വിളിക്കുന്നത് എന്നല്ല. അങ്ങനെയല്ല അർത്ഥം. അർത്ഥം നമ്മളല്ല വെക്കേണ്ടത്, പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഖുർആന്റെ അർത്ഥം എന്തെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. മുഫസ്സിരികൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ ആരാധിക്കുന്നു എന്ന്, റബ്ബിനെ മാത്രമേ ആരാധിക്കൂ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. വലാ ഉശ്രികു ബിഇബാദതി റബ്ബി അഹദാ, എന്റെ റബ്ബിനെ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഞാൻ മറ്റൊരാളെ ചേർക്കുകയില്ല. ഇബാദത്ത് മുഴുവനും എന്റെ റബ്ബിനിക്കാൻ. ഇതൊരു വിശ്വാസിയുടെ അടിസ്ഥാന പ്രശ്നമാണ്. ഇത് തെറ്റാൻ പാടില്ല. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ഇതിനെ ബേസ് ചെയ്ത് നമ്മോട് സംസാരിച്ചത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആത്മാർത്ഥതയോടുകൂടെ കീഴ്വഴക്കം അല്ലാഹുവിനിക്ക് മാത്രമാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുവാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ വലിയ ശിർക്കും വരാൻ പാടില്ല, ചെറിയ ശിർക്കും വരാൻ പാടില്ല. ശിർക്കുൽ അക്ബറും ശിർക്കുൽ അസ്ഗറും ഒക്കെ ഉണ്ട്. ഇതൊന്നും കർമ്മങ്ങളിൽ കടന്നു വരാനേ പാടില്ല. പൂർണ്ണമായിട്ടും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും റബ്ബിന്റെ പൊരുത്തത്തിലാവേണ്ടതുണ്ട്. അത് മാത്രമേ റബ്ബ് കബൂലാക്കുകയുള്ളൂ. വഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ إلا التقرب من إلهك ذي الكلام. മഹാനായ കേരളക്കരയുടെ ഇൽമിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, വഖ്ലിസ് വലാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖറബ മിൻ ഇലാഹിക ദിൽ കലാം. വഖ്ലിസ്, നീ നിന്റെ കർമ്മങ്ങളിലൊക്കെ ആത്മാർത്ഥത പുലർത്തണം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെയും നീ ആത്മാർത്ഥത പുലർത്തണം. എന്താണ് ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ? എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? വദാ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലാ തുരീദ ബിതാഅത്തിൻ, ഒരു കർമ്മങ്ങൾ കൊണ്ടും ഒരു സൽക്കർമ്മങ്ങൾ കൊണ്ടും നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. ഇല്ല തഖറബ മിൻ ഇലാഹിക ദിൽ കലാം, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ റബ്ബിലേക്കുള്ള അടുപ്പത്തനെയാണ് നീ കൊതിക്കേണ്ടത്. എന്ത് പണിയെടുക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊക്കെ ആഗ്രഹിക്കേണ്ടതും ലക്ഷ്യം വെക്കേണ്ടതും എന്നാ എത്രത്തോളം ഞാൻ ചോദിക്കാതെ, ഞാൻ ആഗ്രഹിക്കാതെ, ഞാൻ അറിയാതെ എനിക്ക് വേണ്ടതെല്ലാം നൽകി എന്നെ പോറ്റിക്കൊണ്ടിരിക്കുന്ന എന്റെ റബ്ബിലേക്ക് ഒരു നിമിഷം പിന്നിട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനാണ് ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതെന്ന ബോധത്തോടുകൂടെ നിന്റെ കർമ്മങ്ങളെ നീ റബ്ബിന് മാത്രമാക്കുക എന്നതാണ് ഇഖ്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയായാലേ രക്ഷപ്പെടാൻ സാധിക്കൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇഖ്ലാസോട് കൂടെയാവണം. മറ്റെന്തെങ്കിലും ലക്ഷ്യം അതിൽ കടന്നു വന്നാൽ പിന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കയമ്പില്ലാതെ പോകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇഖ്ലാസ് എന്നുള്ളത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ബഹുമാനപ്പെട്ട മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, മൻ അമല ലിസ്സവാബി ഫഹുവ മിനസ് തുജാർ. കേൾക്കണേ, ചൂടർന്ന് കേൾക്കേണ്ട വാക്കാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നത്.
മഅറൂഫുൽ കർഹി ലോകം കണ്ട ത്യാഗിവര്യന്മാരിൽ വലിയ മഹാനാണ് മഅറൂഫുൽ കർഹി. ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുകയാണ്, മൻ അമല ലിസ്സവാബി ഫഹുവ മിനസ് തുജാർ. ആരെങ്കിലും കർമ്മങ്ങൾ ചെയ്താൽ ലിസ്സവാബി പ്രതിഫലം കിട്ടാൻ. ഇത് മഹാന്മാരുടെ വാക്കാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റാന്ന് മനസ്സിലാക്കണ്ട. ആരെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങൾ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്, അതിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? കുലിട്ടണം. തെറ്റല്ലത്. ബഹുമാനപ്പെട്ടവർ പറയാണ്, അതിനുവേണ്ടി ഒരാൾ പ്രവർത്തിച്ചാൽ പ്രതിഫലം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ ഒരാൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഫഹുവ മിനത്ത് തുജാർ. അവൻ കച്ചവടക്കാരനാണ്. കാരണം കച്ചവടക്കാരൻ കച്ചവടം നടത്തുന്നതിനാ എന്തെങ്കിലും നേട്ടം ഉണ്ടാവാൻ, ബെനിഫിറ്റ് കിട്ടണം. അതെ, കർമ്മങ്ങൾ കൊണ്ട് പ്രതിഫലം ആഗ്രഹിക്കുന്നവൻ കച്ചവടക്കാരനാണെന്ന് മഅറൂഫുൽ കർഹി റളിയല്ലാഹു അൻഹു. വമൻ അമില ഖൗഫൻ മിനൻ നാർ. ഒരാൾ തന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നരകത്തെ പേടിച്ചുകൊണ്ടാണ്. നരകത്ത് കടക്കാൻ കഴിയൂല, നരകത്തിന്റെ ഭയാനകത ഓർത്ത് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ അവനെക്കുറിച്ച് മഅറൂഫുൽ കർഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഹുവ മിനൽ അബീദ്. അവൻ അടിമകളിൽപ്പെട്ടവനാണ്, അവൻ അടിമയാണ്. അവനെക്കുറിച്ച് അടിമ എന്ന് പറയാം. മൂന്നാമത്തത് മഹാന്മാരുടെ പദവിയാണ്, വമൻ അമില ലില്ലാഹ്. കർമ്മങ്ങളൊക്കെ ഒരാൾ ചെയ്യുന്നത് അല്ലാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ, അവൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അല്ലാഹ്ക്ക് വേണ്ടിയാ. ഓന് നരകത്തെ പേടിച്ചിട്ടൊന്നല്ല, നരകത്തെ പേടിച്ചിട്ടല്ല, ഓൻ കൂലി ആഗ്രഹിച്ചല്ല. ഓൻ ചെയ്യുന്നത് എന്തിനാ? എനിക്ക് എന്റെ റബ്ബ് ഉണ്ട്, എന്റെ റബ്ബിന്റെ തൃപ്തി കിട്ടണം, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, അത് ഞാൻ ചെയ്യുകയാണ് എന്ന ബോധത്തോടുകൂടെ അവന്റെ കർമ്മങ്ങളിലില്ല അല്ലാഹ്ക്ക് വേണ്ടി മാത്രമാക്കുകയാണെങ്കിൽ ഫഹുവ മിനൽ അഹ്റാർ. അവനാണ് സ്വതന്ത്രനായ അടിമയെന്ന് ബഹുമാനപ്പെട്ട മഅറൂഫുൽ കർഹി. അതാണ് ഇഖ്ലാസിന്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത്. വഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ലാ തഖറബ മിൻ ഇലാഹിക ദിൽ കലാം. ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടൊക്കെ എന്തുമാത്രം അല്ലാഹുവിലേക്ക് അടുക്കണമെന്നത് മാത്രം. അത് മഹാന്മാരുടെ പദവിയാണ്. അല്ലാഹു അവിടത്തേക്ക് നമ്മയൊക്കെ എത്തിച്ചനുഗ്രഹിക്കട്ടെ. ഇഖ്ലാസ് പ്രധാനമാണ് കർമ്മങ്ങളിലൊക്കെ. ഇഖ്ലാസ് ഒരാൾക്കുണ്ടോ അവനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമേയല്ല. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ അടുത്തതിലേക്ക് കടക്കാം. ലോകം കണ്ട വലിയ മഹാനാണല്ലോ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഗസ്സാലി ഇമാം പറയുന്നുണ്ട്, ഒരാൾക്ക് ഇഖ്ലാസ് ഉണ്ടായി തീർന്നാൽ, കർമ്മങ്ങളിൽ ഇഖ്ലാസ് ഉള്ളവനായിട്ട് ഒരാൾ മാറിയാൽ അവനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. മനുഷ്യന്റെ ജന്മശത്രുവായ പിശാചിന് പോലും അവനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ലെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് കഥ? ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഒരു മനുഷ്യൻ അന്ന റജുലൻ ആബിദൻ ബലഗഹു അന്ന ഖൗമൻ യഅബുദൂന ശജറ. ഒരു നാട്ടിലെ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. അയാള് തൗഹീദിന്റെ കടുകട്ടിയായിരുന്നു. തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളായിരുന്നു. ശിർക്കിനെതിരെ നിലകൊള്ളുന്ന വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് വിവരം കിട്ടി. തന്റെ നാട്ടിലെ ചില ആളുകള് ഒരു വൃക്ഷം നട്ടിട്ട് ആ വൃക്ഷത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. ഇന്നുണ്ടല്ലോ വൃക്ഷത്തെ ആരാധിക്കുന്നവർ. അന്ന് വൃക്ഷത്തെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. അയാൾക്ക് വിവരം കിട്ടി കുറച്ച് ആളുകൾ മരം ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, മരത്തെ ആരാധിക്കുന്നുണ്ട്. അയാൾ ഉടനെ, അയാൾക്ക് പെട്ടെന്ന് വെറുപ്പ് വന്നത് ഇത് ചെയ്യുന്ന ആൾക്കാരോടല്ല, മരത്തോടെ ഒന്നും വെട്ടി നിൽക്കാം, എന്നാ പിന്നെ അതിനെ ആരാധിക്കൂലല്ലോ എന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ടവര് മഴ എടുത്തിട്ട് വേഗം ചെല്ലാണ് മരം വെട്ടാൻ. അങ്ങനെ ചെന്നപ്പോ ഫഖാല ലഹു ഇബ്ലീസ്, മുന്നിൽ മറ്റേ പ്രത്യക്ഷപ്പെട്ടു. ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇബ്ലീസ് ഇയാളെ തടഞ്ഞിട്ട് പറഞ്ഞു, ഇൻ ഖതഅതഹാ,
അബദൂ ഗൈറഹാ. നിങ്ങളെ ലക്ഷ്യം നല്ലത് തന്നെ, പക്ഷെ നിങ്ങൾ ഇത് മരം മുറിക്കുന്നത് അവരതിനെ ആരാധിക്കാതിരിക്കാനാണ്. പക്ഷേ ഇത് നിങ്ങൾ മുറിച്ചാൽ ഒരു വേറെ മരത്തെ പോലെ ആരാധിക്കും. ആരാധനകൾ നിർത്തൂല, മരത്തെ ആരാധിക്കൽ നിർത്തൂല. അതുകൊണ്ട് നിങ്ങളിത് മുറിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഈ പാവ മനുഷ്യനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഇബാദത്തിലേക്ക്, നിങ്ങളെ കർമ്മങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിക്കോളി. ഇബ്ലീസ് ഉപദേശിക്കാണ് ഇയാളെ, നിങ്ങൾ എടുക്കുന്ന പണിയെടുത്ത് ജീവിച്ചോളി, നിങ്ങൾ മറ്റുള്ളവരെ നേരാക്കാനൊന്നും അങ്ങനെ ഉണ്ടല്ലോ കുറച്ച് ആൾക്കാർ. എന്റെ കുഞ്ഞിക്ക് ഞാനേ പോവുള്ളൂ, ഓനും കൂട്ടണമെന്നില്ല. അങ്ങനല്ല വിശ്വാസി. ഒരാൾ വിശ്വാസിയായ പോരാ, അതനുസരിച്ച് പ്രവർത്തിച്ചാലും പോരാ, അത് മറ്റുള്ളവർക്ക് പകരണം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, മറ്റുള്ളവർ തിന്മ ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവരെ അകറ്റുവാനും ശ്രമിക്കണം. അപ്പോഴേ വിശ്വാസി പൂർണ്ണ വിജയിയാകൂ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. മനുഷ്യർ മുഴുവനും പരാജയത്തിലാണ്. ഈ 4 ഗുണങ്ങളില്ലാത്ത മനുഷ്യർ, ഈ 4 ഗുണമുള്ളവനെ വിജയിക്കാൻ സാധിക്കൂ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി ഈ ലക്ഷ്യം ഇത് ശരിക്കും മനസ്സിലാക്കിയ മഹാനാണ് ഇയാള്. ഞാൻ മാത്രം ഇബാദത്ത് ചെയ്താൽ പോരാ, റബ്ബിനിക്ക് ഇബാദത്ത് റബ്ബിന് മാത്രമാക്കേണ്ടതുണ്ട്, റബ്ബിനെ അല്ലാത്തതിനെ ആരാധിക്കലിനെ തടയേണ്ടതുണ്ട് എന്ന ലക്ഷ്യത്തോടുകൂടെ ഈ മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുകയാണ് വൃക്ഷം മുറിക്കാൻ. ആരാധന അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൃക്ഷം മുറിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന മനുഷ്യനെ തടയുകയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വൃക്ഷം മുറിച്ചാൽ ജനങ്ങൾ അടുത്ത വൃക്ഷത്തെ പോയി ആരാധിക്കും. അതുകൊണ്ട് ഈ പണി നിങ്ങൾ നടത്തേണ്ടതില്ല, നിങ്ങൾ ഇതിന് മുതിരേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ കർമ്മവുമായി, നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ മതി. ഫഖാല, അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ലാ ബുദ്ദ മിൻ ഖത്ഇഹാ, പറ്റൂല, എനിക്ക് ഈ മരം മുറിക്കൽ അത്യാവശ്യമാണ്, അതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഫഖാതലഹു, അങ്ങനെ ഇബ്ലീസുമായി ഈ മനുഷ്യൻ പോരാടുകയാണ്. ഫസറഅഹുൽ അബ്ദു, ഈ അടിമയായ മനുഷ്യൻ, റബ്ബിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന ഇഖ്ലാസുള്ള ഈ മനുഷ്യൻ ഇബ്ലീസിനെ തകർത്ത് കളഞ്ഞു, ഇബ്ലീസിനെ മലർത്തിയടിച്ചു. ഇബ്ലീസ് വീണുപോയി. ഫഖാല, അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, അൻത റജുലുൻ ഫഖീർ, നിങ്ങൾ പാവപ്പെട്ട മനുഷ്യനാണല്ലോ, നിങ്ങൾ വളരെ ദരിദ്രനാണല്ലോ, നിങ്ങളെ കണ്ടാൽ തന്നെ 5 പൈസക്കില്ല, നിങ്ങളെ കണ്ടിട്ട് 5-10 തരാൻ തോന്നുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് പലപ്പോഴും പണം കാണിച്ചു തന്നിട്ടാണ് വിശ്വാസത്തിൽ നിന്ന് പലരെയും വ്യതിചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. പണത്തിന്റെ മുമ്പിൽ വിശ്വാസത്തെ പണയം വെക്കരുത് സഹോദരാ. ബഹുമാനപ്പെട്ട ഈ ആബിദായ മനുഷ്യനോട്, മുഖ്ലിസായ മനുഷ്യനോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി പറയുകയാണ്, അൻത റജുലുൻ ഫഖീർ, നിങ്ങൾ വലിയ ദരിദ്രനാണല്ലോ, ഫർജഅ ഇലാ ഇബാദതിക വഅജ്അലു ലക ദീനാറൈനി തഹ്ത റഅസിക കുല്ല ലൈല. വല്ലാത്തൊരു വാഗ്ദാനം നൽകുന്നത്. നിങ്ങളെ പണിക്ക് പോയിക്കോളെ, നിങ്ങൾ വീട്ടിലേക്ക് പോയി ഇബാദത്ത് ചെയ്ത് ജീവിച്ചോളെ, നിങ്ങൾ ഇനി ഒരു പണിക്കും പോവണ്ട. നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രിയാകുമ്പോ, നേരമ്പൾക്ക് പണിക്ക് പോയി വൈകുന്നേരമാകുമ്പോ എടുത്ത പണിക്ക് കൂലിട്ടുമല്ലോ, നിങ്ങൾ ഇനി അങ്ങനെ പണിക്ക് വന്നിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എല്ലാ ദിവസവും രാത്രി കിടക്കാൻ ചെല്ലുമ്പോ തലയണൊന്ന് പൊന്തിച്ചു നോക്കിയാൽ മതി, അതിന്റെ ഉള്ളില് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ എത്തിച്ചു തരാം. അജ്അലു ലക തഹ്ത വിസാദതിക ദീനാറൈനി കുല്ല ലൈല, എല്ലാ ദിവസവും നിങ്ങളുടെ തലയിണക്ക ചുവട്ടിൽ, തലയുടെ ചുവട്ടിലായിട്ട് എല്ലാ രാത്രിയിലും ഞാൻ നിങ്ങൾക്ക് ദീനാറുകൾ എത്തിച്ചു തരാം. ആര് പറയാ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. നിങ്ങൾ പണിക്കൊന്നും പോണ്ട, നിങ്ങൾ വെറും ഇബാദത്തിൽ മുഴുകിക്കോളി. നിങ്ങൾ വെറും വിവാദത്തിൽ മുങ്ങിക്കോളെ, നിങ്ങൾക്ക് ഇനി പണിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ പച്ച പാവാണ്, നിങ്ങൾക്ക് ഇത് 2 കൂടി ഒന്നും മുന്നോട്ട് കൊണ്ടാൻ കഴിയില്ല, അതുകൊണ്ട് ജീവിതത്തിന് വേണ്ടി ഇനി മണ്ടിപ്പായണ്ട, അത് ഞാൻ എത്തിച്ചേരാം, നിങ്ങൾ എന്ത് മാത്രം എടുത്തോളി, ഇബാദത്ത് മാത്രം എടുത്തോളിമെന്ന് പറഞ്ഞു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവന്റെ ഉപദേശം ഇയാൾ ഉൾക്കൊള്ളുകയാണ്. ഇയാൾ ഉൾക്കൊണ്ടു എന്ന് മാത്രമല്ല, അയാൾ വീട്ടിലേക്ക് ചെന്നു.
അങ്ങനെ വീട്ടിലേക്ക് ചെന്നിട്ട് വലൗ ശാ അല്ലാഹു ലഅർസല റസൂലൻ യഖതഉഹാ, മാത്രമല്ല ഇബ്ലീസ് ഇയാളെ സമാധാനിപ്പിക്കാൻ പറയുകയും ചെയ്തു, ഈ മരത്തെ നിങ്ങൾ മുറിക്കാൻ വേണ്ടി ഇപ്പൊ വന്നതാ, പൊന്നാര മനുഷ്യ, ഈ മരത്തോട് റബ്ബിന് എതിരുണ്ടെങ്കിൽ അത് മുറിക്കാൻ അല്ല തന്നെ ഇഷ്ടംപോലെ അല്ലാഹ്ക്ക് മലക്കുകളില്ലേ, ലഅർസല റസൂലൻ യഖതഉഹാ, ഈ മരം മുറിക്കാൻ അള്ളാന്റെ ദൂതരെ പറഞ്ഞയച്ചോളൂ, നിങ്ങൾ മുറിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, നിങ്ങളെ പണിയെടുത്ത് വീട് കൂടിക്കോളി, നിങ്ങൾ ഇനി എന്ത് ചെയ്താൽ മതി, പെരി കൂടിയാൽ മതി എന്നും ഉപദേശിച്ചു ഇബ്ലീസ് മനുഷ്യനെ. പൈസ കിട്ടുന്ന കണ്ടപ്പോ എന്തെങ്ങൾക്ക് പ്രശ്നം, നിങ്ങൾ ഈ മരത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം, ജനങ്ങൾ ആരാധിക്കണേ നിങ്ങൾ പേടിക്കേണ്ടതില്ലല്ലോ, നിങ്ങൾ ഇതിലേക്ക് വരാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഇബ്ലീസ് അയാളെ പിന്തിരിപ്പിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ ശരിയാണ്, ശരിട്ടു, പൈസ ഉണ്ടപ്പോ ശരിട്ടു. അങ്ങനെയുള്ള ശരിയുണ്ട്. ആദായങ്ങളും ലാഭങ്ങളും കിട്ടുമ്പോ മറ്റേതൊക്കെ ശരിയാക്കാരം. എനിക്ക് പറ്റാത്തത് ഞാൻ ഉൾക്കൊള്ളുന്ന ആശയത്തിലുണ്ടാകുമ്പോ, ആദർശത്തിലുണ്ടാകുമ്പോ, മറ്റോന്റെ ആദർശം എനിക്ക് പറ്റണതാകുമ്പോ എല്ലാം അങ്ങോട്ട് കയറുക. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അല്ലാതെ കാര്യങ്ങളും സത്യങ്ങളും ഉൾക്കൊണ്ടിട്ടൊന്നുമല്ല, സൗകര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. ഇത് വലിയ അപകടം സൃഷ്ടിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇവനോട് പറയാണ്, എനിക്ക് വേണ്ടതൊക്കെ ഞാൻ നൽകാം, നിങ്ങളെ പണിയെടുത്ത് മുന്നോട്ട് പോയാൽ മതി എന്ന് ഇബ്ലീസ് ഉപദേശിച്ചു. ബഹുമാനപ്പെട്ട ഈ മനുഷ്യനെ പേഴ്പ്പിക്കുന്നത് നോക്കൂ. അങ്ങനെ അയാൾ വീട്ടിക്ക് പോയി. ഫലമ്മാ അസ്ബഹ വജദ ദീനാറൈൻ, അന്ന് രാത്രി അയാൾ കിടന്നുറങ്ങി. നേരം വെളുത്ത് പൊന്തിച്ചു നോക്കുമ്പോ തലക്കണിന്റെ ചോട്ടിലൊന്നുണ്ട് ദീനാറൈൻ. എന്ത് ദീനാർ? പറഞ്ഞ മാതിരി ഒരു പഴവുമില്ല, ദീനാറൈന് കിട്ടി. അത്യാവശ്യമുണ്ട്. രണ്ടാമത്തെ ദിവസവും ഇതാവർത്തിക്കപ്പെടുകയാണ്. രണ്ടാമത്തെ ദിവസവും ഇതുപോലെ കണ്ടു, ദീനാറ് കിട്ടി. മൂന്നാമത്തെ ദിവസം നോക്കുമ്പോ തലയിണ പൊന്തിച്ചു നോക്കുമ്പോ ലം യജിദ് തലക്കിണ്ടോട്ട് ഇല്ല, ദീനാറില്ല. അവയാൾക്ക് പിന്നെ വിഷം പിടിച്ചു. ആദ്യത്തെ ദിവസം ദീനാറിട്ടി, രണ്ടാമത്തെ ദിവസം കിട്ടി, മൂന്നാമത്തെ ദിവസം നോക്കുമ്പോ ദീനാറില്ല, തലക്കിണ്ടോട്ട് നോക്കുമ്പോ സാധനമില്ല. അപ്പൊ ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. ഇപ്പൊ ഇയാളെ ദേഷ്യം എന്താ? പൈസ കിട്ടിയിട്ടാണുള്ള ദേഷ്യം. ഇറങ്ങാണ്. എന്തിന് മരം വെട്ടാൻ ഇറങ്ങാ. മരം വെട്ടാൻ ഇയാൾ ഇറങ്ങി എന്ന് മാത്രമല്ല, അയാൾ ഓടുകയാണ് മരം വെട്ടുവാൻ വേണ്ടി. ഫസർഅഹു ഇബ്ലീസ്, മരം വെട്ടാൻ ഇറങ്ങി. ഇബ്ലീസുമായി മല്ലിട്ടു, ഇബ്ലീസുമായി പോരാട്ടം നടത്തി. നേരത്തെ ഇബ്ലീസിനെ ഇയാൾ തള്ളിട്ടു, ഇപ്പോ ഇയാളെ ഇബ്ലീസ് തള്ളിട്ടു. ഫഖാല ലഹുൽ ആബിദ്, ഈ മനുഷ്യൻ ഇബ്ലീസിനോട് ചോദിച്ചു, കൈഫ ഗലബതുക അവ്വലൻ സുമ്മ ഗലബതനി സാനിയാ, എന്താ മനുഷ്യ, ആദ്യം നിങ്ങളെ ഞാൻ തകർത്തു, നിങ്ങളെ ഞാൻ പരാജയപ്പെടുത്തി, ഇപ്പൊ രണ്ടാമത്തെ തവണ നിങ്ങൾ എന്നെ പരാജയപ്പെടുത്തിയല്ലോ. എന്താണ് ഇബ്ലീസേ, എന്താ പൊന്നാര കാക്ക, ഇങ്ങനെ ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണ്, എന്താ ഇതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ ഫഖാല ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവനോട് പറയുകയാണ്, ലിഅന്ന ഗളബക അവ്വലൻ കാന ലില്ലാഹ്, ആദ്യം നീ കോപിഷ്ഠനായി വീട്ടിൽ നിന്നിറങ്ങിയത് അല്ലാഹ്ക്ക് വേണ്ടിയായിരുന്നു. ആദ്യത്തെ നിന്റെ ദേശം അല്ലാഹ്ക്ക് വേണ്ടിയായിരുന്നു. ഇപ്പൊ നിന്റെ ദേശം പണത്തിന് വേണ്ടിയാണ്. പണം കിട്ടാത്തതിന്റെ പേരിലാണ് ഇപ്പൊ നീ ദേഷ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ നിനക്കുണ്ടായിരുന്ന ദേശം അല്ലാഹ്ക്ക് വേണ്ടിയായിരുന്നു. അതാണ് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് പറഞ്ഞത്, മൻ കാന ഇസ്മതു അംരിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടി? അപ്പളെ വിജയിക്കാൻ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഞാൻ നീട്ടുന്നില്ല, അടുത്തതിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരണ്ടേ, ഉപകാരപ്പെടുന്നത് അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇഖ്ലാസോടുകൂടെയാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളോടല്ല പറയണത്, ഞാൻ എന്നോടാ മനസ്സിലാക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ.
ഇഖ്ലാസ് ഉണ്ടാവുക കർമ്മങ്ങളിൽ. എന്നെ നിരീക്ഷിക്കാൻ ഒരു റബ്ബുണ്ട്, എന്റെ പ്രവർത്തനങ്ങൾ ആര് കണ്ടില്ലെങ്കിലും കാണുന്ന ഒരാളുണ്ട്. ഈ ഒരു ബോധത്തോടുകൂടെ ജീവിക്കുക എന്നതാണ് ഒന്നാമതായി വിശ്വാസിക്കുണ്ടാവേണ്ടത്. അതുണ്ടായാൽ അവനിക്ക് സ്വർഗലോകത്ത് പ്രത്യേക ഇടം അല്ലാഹു ഒരുക്കുമെന്ന് അംർ ഇബ്നുൽ ആസ് ഒരുപാട് പറയാണ്ട്. അടുത്തതിൽ സമയദൈർഘ്യം ഭയന്ന് അടുത്തതിലേക്ക് കിടക്കാം. രണ്ടാമത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് വഇദാ അസാബതഹു മുസീബ വഇദാ അസാബതഹു മുസീബ ഖാല ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ജീവിതത്തിൽ എപ്പോഴും സുഖം നിലനിന്നോളുന്നില്ല, പ്രയാസങ്ങളുണ്ടാകും, സുഖദുഃഖങ്ങൾ സമ്മിശ്രമായിരിക്കും ജീവിതം. കയറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇറക്കമുണ്ടാകും, ഇറക്കമുണ്ടെങ്കിൽ കയറ്റമുണ്ടാകും. എപ്പോഴും ഒരേ ഗതിയാവില്ല. ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്യേണ്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ സൃഷ്ടിച്ച റബ്ബിനെ മറന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോവരുത്. അല്ലേ? ഒരു മുള്ളൻ കുത്ത പറയും, പണ്ടരടയ്ക്ക മുള്ള് ഇവിടെ തന്നെ കിടക്കാൻ തരുള്ളൂ എന്നെ കുത്താനായിട്ട് എന്നല്ല പറയേണ്ടത്. അല്ല, ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാൽ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളിത് പറയപ്പോ നമ്മളിത് എപ്പോഴും പറയില്ലേ? നമ്മളറിയേ മരിച്ചാലെന്നല്ല, ലോക്കൽ മരണത്തിനൊന്നും നമ്മൾ പറയില്ല. കാര്യപ്പെട്ട ആൾക്കാരൊക്കെ മരിച്ചാൽ നമ്മൾ പറയുന്നത് എല്ലാരും മരിച്ച നമ്മൾ പറയുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചാൽ മതി. പറയണ്ടെങ്കിൽ നല്ല കാര്യം. എല്ലാ മരണത്തിനും നമ്മൾ പറയാറില്ല, ലോക്കൽ മരണത്തിനൊക്കെ പറയോ? കാര്യപ്പെട്ട ആൾക്കാർ അൽഹംദുലില്ലാ അള്ളാഹ് നിലനിർത്തട്ടാ തൊപ്പി മരിച്ച പറയാറുണ്ട്. പക്ഷെ മരിക്കുമ്പോ മാത്രം പറയാനുള്ളതല്ല. നിങ്ങൾ നോക്കി പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവിന്റെ വീട്ടിലേക്ക്. പരിശുദ്ധ ഇന്നത്തെ റൗള നിലനിൽക്കുന്ന ഇടമാണല്ലോ ആയിഷ ബീവിയുടെ വീട്. അവിടേക്ക് നടന്നു വരികയാണ് പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നടന്നു വരുന്നതിനിടയിൽ പരിശുദ്ധ ഹബീബിന്റെ കാൽപാദം, കാലിലെ വിരൽ, പരിശുദ്ധ ഹബീബിന്റെ കാലിലെ വിരൽ ഒരു കല്ലിലടിച്ചു. കല്ലിൽ വെച്ചിട്ടറിയില്ല, നമ്മൾ വെച്ചുകുത്തി രക്തമൊലിക്കുകയാണ്. ഒന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊരു കല്ലിലിടിച്ച് നബിയുടെ കാല് വെച്ചുകുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിഷാ ബീവിന്റെ വീടത്തോളം വീട്ടിൽ കയറിയിട്ട് നബി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇങ്ങനെ ആവർത്തിക്കാം. ആര്? പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ആവർത്തിക്കാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ചിന്ത ഇത് നബി ഇങ്ങനെ ആവർത്തിക്കുന്നത് കണ്ടപ്പോ നമുക്കൊക്കെ മനസ്സിൽ വന്നൊരു ചിന്ത ഉണ്ടാവും. ഈ ചെറുതിനൊക്കെ ഇങ്ങനെ അത് പറയണം. ഒരിട്ടൊക്കെ പറഞ്ഞു നിർത്തുകയാണെങ്കിൽ പിന്നെ നടക്കില്ല. ഇങ്ങനെ നബി ഇത് ആവർത്തിച്ചപ്പോ ഉമ്മുന ആയിഷ ഉമ്മ ചോദിക്കാതിരിക്കോ? ഇങ്ങനെ ഉമ്മ ചോദിക്കാതിരിക്കും? വിശ്വാസികളുടെ ഉമ്മയല്ലേ, വിശ്വാസികൾക്ക് ഗുണം വരാൻ ആഗ്രഹിച്ച മാതാവല്ലേ, ദീന് പഠിപ്പിക്കാൻ റബ്ബ് നൽകിയ മഹത്തായ സൗഭാഗ്യമല്ലേ ഉമ്മുന ആയിഷ. ആയിഷ ബീവി അന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്കിത് കിട്ടുമോ? നബി ഇത് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ആയിഷ ബീവി ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്തിനാ? ഈ ചെറിയ ആയിഷ ചോദിച്ചു, അത്ര വലിയ ഇത്ര ചെറിയ വെച്ചിട്ടല്ലോ എന്നർത്ഥത്തിൽ ഇതിനതോ ഇതിനിതോ നബിയെ ഈ വെച്ചുത്തിനൊക്കെ ഈ ദിക്ർ ചെല്ലുകയാണോ എന്നർത്ഥത്തിൽ ആയിഷ ബീവി ചോദിച്ചപ്പോ പരിശുദ്ധ ഹബീബ് ആയിഷ ബീവിയുടെ ചാരത്തെ കണഞ്ഞു നിന്നിട്ട് ആയിഷ ബീവിന്റെ മുതുകത്ത് വല്ലങ്ങനെ പൊട്ടി, ഒരു ഓമനക്കൊട്ടിന് കുട്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ആയിഷ, ആയിഷ, ഈ ദിക്റിന്റെ മഹത്വം നീ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്താണ് ഈ ദിക്റിന്റെ മഹത്വം? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നീ അറിഞ്ഞിട്ടില്ലേ? വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ആയിഷ, നിങ്ങൾക്കറിയില്ലേ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതല്ലേ?
എന്താ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്? ആയിഷ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. ഇങ്ങനത്തെവരാ ക്ഷമാശീലർ. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കടന്നു വന്നാൽ ഖാലു, അവര് പറയുന്നതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങോട്ടാണ് മടങ്ങിയ പിന്നെ എന്താ പ്രശ്നമുള്ളത്? എന്താ പ്രശ്നമുള്ളത്? ജീവിതത്തിൽ എന്ത് വന്നാലും ഇതൊക്കെ തന്നതാരാ? നമ്മൾ അള്ളാന്റേതാകുമ്പോ നമുക്ക് എന്ത് വന്നാലും നമ്മൾ ആര് നോക്കും? അള്ളാഹ് നോക്കും. ഉപ്പ മരിച്ചതിന്റെ പേരിൽ, ഉമ്മ മരിച്ചതിന്റെ പേരിൽ, തനിക്കെല്ലാ നിലക്കും താങ്ങായിരുന്ന ഭർത്താവ് മരണപ്പെട്ടതിന്റെ പേരിൽ പിടുത്തം വിട്ട് വിലപിക്കുകയല്ല വേണ്ടത്. മറിച്ച് പറയാൻ സാധിക്കണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രയാസങ്ങൾ വരുമ്പോ പറയണം. ഇതൊരാൾ മുറുകെ പിടിച്ചാൽ, അള്ളാന്റെ ഹബീബ് തന്റെ കാല് വെച്ച് കുത്തിയപ്പോ ഇത് പറഞ്ഞപ്പോ ആയിഷ ബീവി ചോദിച്ചു, ഇത്ര ചെറുതിന് ഇത്ര വലിയ ദിക്റോന്ന്? അപ്പൊ നബി പറഞ്ഞു, ഇതിന്റെ പ്രതിഫലങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇതിന്റെ പ്രതിഫലം എന്താ? അവരോട് സന്തോഷ വാർത്ത അറിയിക്കണം. മാത്രമല്ല ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, ഇത്തരം കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നവർ എന്ത് പ്രയാസങ്ങൾ വരുമ്പോ അതൊക്കെ ആരിലേക്ക് ഏൽപ്പിക്കുക? അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക. ഇങ്ങനെ പറയുന്നതിനപ്പുറം അത് അറിഞ്ഞാവണം, മനസ്സറിഞ്ഞാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ ഉലൈക, അത്തരം ആളുകൾക്ക് അലൈഹിം, അവർക്കുണ്ട് സലവാത്തും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള ഗുണങ്ങൾ അവർക്ക് വർഷിച്ചുകൊണ്ടിരിക്കും. അതെ, മറക്കരുത് റബ്ബിനെ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സലവാത്തും മിർ റബ്ബിഹിം, റബ്ബിൽ നിന്നുള്ള ഗുണങ്ങൾ അവർക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. വറഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യവും അവർക്ക് ലഭിക്കുന്നതാണ്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗികളെന്ന് പരിശുദ്ധ ഖുർആൻ. ആയിഷ, ഇത് അല്ലാഹു പറഞ്ഞതല്ലേ? ഇത് നമ്മളെ പരിശുദ്ധമായ ദീന് പഠിപ്പിച്ചതല്ലേ ആയിഷ? അപ്പൊ ചെറുതായാലും വലുതായാലും ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ മനസ്സറിഞ്ഞ് പറയാൻ സാധിക്കണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതിന്റെ അകത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ ധരിക്കുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ ക്ഷമ കൈക്കൊള്ളുകയും എല്ലാം അല്ലാഹുവിലേക്ക് തവക്കുലാക്കുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാഹു ഇത് മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മൂന്നാമതായി, 7 മണിയായി, എന്റെ സമയമായിട്ടുണ്ട്. മൂന്നാമത്തത് 4 പറഞ്ഞിട്ടേ നിർത്തണുള്ളൂ, എത്ര നേരമായാലും പാടില്ല. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തത് പരിശുദ്ധ ഹബീബ് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്, വഇദാ ഉതിയ ശൈഅൻ ഖാല അൽഹംദുലില്ലാഹ്. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ് പറയാൻ. നമ്മളിന്ന് നേരം പോയിട്ട് ഉറങ്ങിച്ചു പോന്നവരാണ് അല്ലേ? ഇന്നലെ രാത്രി കിടന്നുറങ്ങി, ഇന്ന് നേരം പോയിട്ട് നീച്ചു പോന്നവല്ല. ഇന്ന് ഉറങ്ങി നീച്ചപ്പോ അൽഹംദുലില്ലാഹ്, എത്തും ചുരുങ്ങി അൽഹംദുലില്ലാഹ് പറഞ്ഞാലോ ഒന്ന് കൈയൊന്നിച്ചാണ്. ഞാൻ അധികാരം കാണിക്കാന്ന് വിചാരിക്കരുത്. ചിലർ മറന്നിട്ടുണ്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പക്ഷെ ഈ സദസ്സിനെ അപേക്ഷിച്ചത് കമ്മിയാണ്. പറയാതെ നീക്കരുത്, പറയാൻ കൈയൊക്കെ നീക്കണ്ട, അവിടെ കുത്തിരുന്നോളി, കടന്നോളി, നീക്കണ്ട. എത്ര വലിയ അനുഗ്രഹ റബ്ബ് നൽകിയത്. അത് ഇക്ര എന്താണെന്ന് പരിശോധിച്ചാൽ മതി, എപ്പൊ തന്നെ ഈ അനുഗ്രഹത്തിന്റെ വലിപ്പം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അംർ ഇബ്നുൽ ആസ് പറയുകയാണ്, നമുക്ക് വേണ്ട സ്വർഗമൊക്കെ നമുക്ക് വേണം, പണിയെടുക്കാനാവില്ല. നമ്മളെ പ്രശ്നം അതാണ്, നമുക്ക് പണിയെടുക്കാനാവില്ല. പണിയെടുക്കാതെ കിട്ടണമെന്നാണ് നമ്മളെ ആഗ്രഹം. أفحسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول متى نصر الله ألا إن نصر الله قريب. സ്വർഗത്ത് കിടക്കാൻ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ പൂർവികർക്ക് വന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒന്നും നിങ്ങൾക്ക് വരാതെ, അവരനുഭവിച്ചതൊന്നും അനുഭവിക്കാതെ ഓരൊക്കെ പോയ സ്വർഗത്തിക്കാണ് പോകാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ പോകാനോ നിങ്ങൾ കരുതി കുത്തിരിക്കണ്ട എന്ന പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ.
അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അടിയുറച്ച വിശ്വാസം വേണം, പിന്നെ കർമ്മം വേണം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. അടിയുറച്ച വിശ്വാസം, പതറാത്ത വിശ്വാസം, പിന്നെ സൽക്കർമ്മങ്ങളും വേണം. നമ്മളെ സ്വർഗ്ഗലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് പറയുന്ന മൂന്നാമത്തെ കാര്യം എന്താ? അതുകൊണ്ടുള്ള നേട്ടം, വനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ അല്ലാഹു അവനക്ക് പ്രത്യേകമായ ഭവനമൊരുക്കും. പറഞ്ഞത് മറക്കണ്ട. ഒന്നാമത്തത് മൻ കാന ഇസ്മത്തു അംരിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹുവിന് വേണ്ടിയാവുക. രണ്ടാമത് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക, ക്ഷമ കൈക്കൊള്ളുക, തവക്കുലാക്കുക. മൂന്നാമത്തത് വഇദാ ഊതിയ ശൈഅൻ അൽഹംദുലില്ലാഹ്. വല്ലതും കിട്ടിയ ചെറുതോ വലുതോ എന്താവട്ടെ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ പറയാൻ മറക്കരുത്, വിട്ടുപോകരുത്. അൽഹംദുലില്ലാഹ് ഒറ്റ പറയണം. എന്താ അതിന്റെ മഹത്തറിയോ? ബഹുമാനപ്പെട്ട പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു തമനുൽ ജന്ന വൽഹംദുലില്ലാഹി തമനു കുല്ലി നിഅമ. പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പരിശുദ്ധ ഹബീബ് പഠിപ്പിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു തമനുൽ ജന്ന. സ്വർഗ്ഗം വാങ്ങാനുള്ള വിലയാണ്, സ്വർഗ്ഗത്തിന്റെ വിലയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വൽഹംദുലില്ലാഹി സമനു കുല്ലി നിഅമ. വൽഹംദുലില്ലാഹി സമനു കുല്ലി നിഅമ. അൽഹംദുലില്ലാഹ് പറയൽ, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യൽ, സമനു കുല്ലി നിഅമ, എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങാനുള്ള വിലയാണ്. അഥവാ അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ, ഇനിയും അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? നന്ദി വേണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇൻ ശക്കർതും ലഅസീദന്നകും വലഇൻ കഫർതും വഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഗൗരവമുള്ള വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ശക്കർതും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ, ഞാൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദിയുള്ളവരായാൽ, ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ ഇനിയും നൽകുന്നതാണ്, വർദ്ധനവ് നൽകുന്നതാണ്, നൽകിയ അനുഗ്രഹത്തെ കൂടുതൽ നിലനിർത്തുന്നതാണ്. ആയുസ് വേണ്ടേ? കൂടുതൽ കാലം ജീവിക്കാൻ ആഗ്രഹിക്കാത്തവരാരാ? ആരാ? നമുക്കൊക്കെ ആഗ്രഹമുണ്ട് റബ്ബിന്റെ ത്വാഅത്തിലായി ദീർഘകാലം ജീവിക്കാൻ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്ത് ആരോഗ്യത്തോടുകൂടെ മരിക്കുന്നത് വരെ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. എന്ത് വേണം? ഈ ജീവിതത്തിലേക്ക് വീണ്ടും നമ്മളെ തിരിച്ചയച്ച റബ്ബിനെ സ്തുതിക്കാൻ മറക്കാൻ പാടില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഉറക്കുന്നു നീക്കുമ്പോ ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാഹ് പറയാൻ പറ്റില്ലെങ്കിൽ നീക്കണ്ട, അവിടെ കടക്കാൻ മതി, അവിടെ കടന്നോളൂ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനീ ബഅദമാ അമാതനീ വഇലൈഹിൻ നുശൂർ. അർത്ഥവത്തായി ദിക്ർ. ഇതിലെന്തൊക്കെയുണ്ട്? ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു. സ്വന്തം മരണത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, സ്വന്തം മരണത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. മാത്രമല്ല സ്വന്തം ജീവിതത്തിന്റെ വില അറിയുന്നുണ്ട്. മാത്രമല്ല മരണശേഷമുള്ള പുനർജന്മത്തെക്കുറിച്ച് സ്മരിക്കുന്നുണ്ട്. കണ്ടേ? ഇതൊക്കെ ഓർത്ത് നേരം വെളുക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഇത് പറയാതെ നേരം വെളുക്കാൻ സാധിക്കും? അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ ആയുസ്സുണ്ടാകും, വർധനമുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ മരിച്ചാൽ തന്നെ രാവിലെ മരിച്ചാലും അല്ലാഹുവിന്റെ പ്രത്യേക ഹിഫ്ളിലായിരിക്കും. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്. നേരം ചെല്ലേണ്ട മറ്റൊരു ദിക്ർ, ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്. അല്ലാഹുവേ, നിന്റെ നാമത്തിലിതാ ഞാൻ നിൽക്കുന്നു എന്നല്ല പറയണേ, ഞാൻ ജീവിക്കുന്നു. അപ്പോ ഒന്ന് മരിച്ചു വാർത്തോ. അഹ്യാ വ അമൂത്. അല്ലാഹുവേ, നിന്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, നിന്റെ നാമത്തിലാണ് ഞാൻ മരിക്കുന്നത്. കിടക്കുമ്പോഴും പറയണ ദിക്ർ, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ. അവിടെ അമൂത്ത് ആദ്യം പറയും, കിടക്കുമ്പോ. നീക്കുമ്പോ അഹ്യാ വ അമൂത് അങ്ങനെ പറയാം. പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി റബ്ബിന് വേണ്ടിയാക്കുക,
അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹങ്ങളോട് ബന്ധപ്പെടുമ്പോ, അനുഗ്രഹങ്ങളെ ആസ്വദിക്കുമ്പോ കുഴിമന്തി വെട്ടി മുടങ്ങിട്ട് ഓ എന്ന് പറഞ്ഞ് നീച്ചു പോകല്ല, ഒരു അൽഹംദുലില്ലാഹ് മറക്കാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഉണ്ടോ? നന്ദിയുണ്ടോ? ഉണ്ടെങ്കിൽ വർധനവുണ്ടാകും. നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്ന വലിയ ഗുണമാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സുജൂദ് ചെയ്യാത്തൊരിടമില്ല എന്ന ചരിത്രം രേഖപ്പെടുത്തിയത്. പക്ഷേ അവൻ ജീവിതത്തിൽ പറയാത്തൊന്നാണ് അൽഹംദുലില്ലാഹ്. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കൊടുത്ത റബ്ബിനൊന്നും നന്ദിയ ശുക്ർ, മനസ്സറിഞ്ഞ ശുക്ർ ആരേക്കുന്നുണ്ടായില്ല. ഉണ്ടായിക്കണമെങ്കിൽ അങ്ങനെ ആകൂല. അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ഞാൻ ചെയ്ത അനുഗ്രഹത്തിന് നന്ദി ചെയ്താൽ ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധനവ് തരും, അനുഗ്രഹങ്ങളെ എത്തിത്തരും. വലഇൻ കഫർതും, എന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ, അല്ലാഹു പറയുന്നത് നോക്കണം, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ ശക്തമാണ്, കഠോരമാണ്. അല്ലെ, ഒരു 10-20 വർഷമായിട്ട് അള്ളാഹ് നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമായിരുന്നു. ഒരു 25 വർഷത്തിന്റെ ഉള്ളിൽ അള്ളാഹ് തന്ന വലിയ അനുഗ്രഹമായിരുന്നു റബ്ബർ. അല്ലെ, തെങ്ങൊക്കെ വെട്ടിമാറ്റിയിട്ട് റബ്ബറാക്കി. അല്ലെ, റബ്ബർ മാറ്റിയിട്ട് കവുങ്ങും തെങ്ങൊക്കെ വെട്ടിമാറ്റി റബ്ബറാക്കി. എന്നിട്ട് എന്താ, തെങ്ങ് കവുങ്ങ് അതിന്റെയൊക്കെ ഫലങ്ങളായിരുന്നു നമ്മൾ എടുത്തിരുന്നത്, പഴങ്ങൾ. അതുകൊണ്ട് പ്രത്യേകിച്ച് ആ മരത്തിന് കേടുന്നു റബ്ബറാക്കി. അപ്പൊ തെങ്ങിന്റെ ഫലം അനുഭവിക്കുമ്പോ അതിനോട് നന്ദി ചെയ്ത് നമ്മുടെ പൂർവികർ ജീവിച്ചു. അപ്പൊ അള്ളാഹ് നല്ലോണം കൊടുത്തിരുന്നു. പിന്നെ നന്ദി കേട് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ മണ്ടരിയൊക്കെ ഇങ്ങനെ വന്നു. പിന്നെ അപ്പൊ അത് ലാഭമല്ലാന്ന് കണ്ട് തെങ്ങിനെ കുറ്റപ്പെടുത്തിയത് അത് നമ്മുടെ സ്വഭാവം. ബെനിഫിറ്റ് കമ്മിയായ പിന്നെ അതിനൊന്ന് മോശാക്കാം. 10 ലിറ്റർ പാലമ്മീന പശു, അത് നല്ല പശുക്കാരോ ഉഷാറക്കാരോ, കാരണം അതിന്റെ ബെനിഫിറ്റ്. അതേ പശു കുറച്ച് വർഷം നമ്മളെ വീട്ടിൽ നിർത്തി പിന്നെ വേണ്ടത്ര പാലിട്ടുണ്ടല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യാ? കുറ്റാർക്കാ? അതിനാണ് ഒഴിവാക്കുക. ഇത് നമ്മൾ ചെയ്യണത്. അപ്പൊ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇതിലൊക്കെ വലിയ ഗൗരവമുള്ള വിഷയമുണ്ട്. നമ്മൾ തെങ്ങൊക്കെ വെട്ടി മാറ്റിയിട്ട് റബ്ബറും വെച്ചു. എന്നിട്ട് എന്തേലും പണിയറിയോ? റബ്ബറിന്റെ ജീവനാ ഊറ്റുന്നത്. നമ്മുടെ റബ്ബറിന്റെ രക്ത ഊറ്റിയെടുത്തിന്. അപ്പൊ അത് തെറ്റാന്നല്ല പറയുന്നത്. അതായത് എടുത്തെടുക്കുമ്പോ നന്ദിക്കൊന്ന് ശക്തി കൂട്ടണം. തെങ്ങിന്റെ തേങ്ങ എടുത്ത് വിറ്റിരുന്ന ആളുകൾ 2 റക്അത്താണ് ശുക്രിന് വേണ്ടി നിസ്കരിച്ചെന്ന് വെച്ചാ ഇവൻ 4 റക്അത്ത് നിസ്കരിക്കണം. നന്ദി കൂട്ടണം. എന്നാൽ ഇതിനെ ഞാൻ നിലനിർത്തി തരും. നമ്മളെ റബ്ബറിന്റെ പാലിങ്ങനെ ഊറ്റി, ഞാൻ ഉദാഹരണം പറയാണ്, റബ്ബറിന്റെ പാലിങ്ങനെ ഊറ്റി നമ്മൾ നന്ദിയില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മൾ ഉമ്മൻചാണ്ടിനെ കേന്ദ്ര സർക്കാരിനൊന്നും കുറ്റം പറയണ്ട. സത്യത്തിൽ ഇതിന്റെയൊക്കെ കാരണക്കാര് നമ്മളാ. ഇതിന്റെയൊക്കെ ഫലങ്ങൾ അനുഭവിച്ച് നന്ദിയാൻ മറന്നെന്ന് മാത്രമല്ല, റബ്ബിനെതിരെ ഇതുകൊണ്ട് സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് പരിശുദ്ധ ദീനതരെ പണിയെടുക്കാൻ തുടങ്ങി. അല്ലേ, മുതലാളിമാര് മുതലുണ്ടാകുമ്പോ എന്തെങ്കിലും കാറ്റുക ാണ് സംഭവിക്കുന്നത്. ദീനിനെ വെച്ചാൽ കൊടുക്കാണ്ടാവില്ലോണ്ടേക്ക് വേണ്ടാത്തിന് അക്കരെ ഉണ്ടാവും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹ് അതാ പറഞ്ഞത്, നന്ദി ചെയ്താൽ നന്ദി ലോണം തരും. ഇല്ലേ, നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ ശക്തമാണ് കേട്ടോ. റബ്ബറിന്റെ വില കുറയുമെന്നും നല്ലപ്പോ പറഞ്ഞതിനർത്ഥം. അതിനൊക്കെ അപ്പുറം അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഇക്കാര്യം മനസ്സിലാക്കുക. അനുഗ്രഹങ്ങളോട് ബന്ധപ്പെടുമ്പോ നമ്മളോടൊക്കെ മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്ത പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, എന്തനുഗ്രഹങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന ബോധത്തോടുകൂടെ അതിന് നന്ദി കഴിഞ്ഞ് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. 3 4-മത്തത് സമ്മാനമായി നൽകി ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഇദാ അസ്നബ ദംബൻ ഖാല അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു പോയാൽ സംഭവിക്കും, മനുഷ്യ സഹജമാണ്. പരിശുദ്ധ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, കുല്ലു ബനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആദം സന്തതികളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് സംഭവിക്കും, മനുഷ്യ സഹജമാണ്. പക്ഷേ തെറ്റ് ചെയ്യുന്നവരിൽ നല്ല തെറ്റുകാരുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി.
വഖൈറുൽ ഖത്താഈൻ തെറ്റ് ചെയ്യുന്നവരുടെ ഏറ്റവും നല്ല തെറ്റുകാർ അത്തവ്വാബൂൻ പശ്ചാത്തപിക്കുന്നവരാണെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് പറഞ്ഞത്. വഇദാ അസ്നബ ദംബൻ ഖാല അസ്തഗ്ഫിറുല്ലാഹ്. ജീവിതത്തിൽ തെറ്റ് വന്നു പോയാൽ അസ്തഗ്ഫിറുല്ലാഹ് അതുകൊണ്ട് പറയണം. അതിനപ്പുറം മനസ്സ് തട്ടിയിട്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പശ്ചാത്താപ മനസ്സുണ്ടാവുക. അപ്പോ അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ വേണ്ടി തെറ്റ് ചെയ്യണമെന്നാ അങ്ങനൊക്കെ മനസ്സിലാക്കും. ചിലപ്പോ നമുക്ക് അങ്ങനൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വേഗം അങ്ങോട്ടാ പോവാ. തെറ്റില്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് പറയണ്ട. നമ്മൾ ചില സഹോദരങ്ങൾ പറയാറുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദിവസവും 70 തവണ മറ്റൊരു അതിലേക്ക് 100 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു. ഇരുന്ന് ഈ പൊട്ടന്മാര് മനസ്സിലാക്കി ഞാൻ അവരെ കുറിച്ച് പൊട്ടന്മാരെന്നാ പറയാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്നോട് ഉയർച്ചാലും വേണ്ടില്ല, ഞാൻ അങ്ങനത്തെ കുറിച്ച് പൊട്ടന്മാരെന്ന് തന്നെ പറയുള്ളൂ. അള്ളാഹുവിന്റെ റസൂലേ ഇത് ചെയ്യരുത്, ഇത് ഇസ്തിഗ്ഫാർ നടത്തണേ, ബാക്കി ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും അറിയാലോ. അതുകൊണ്ടാണ് നല്ല പൊന്നാര സുഹൃത്തെ, ജീവിതത്തിന്റെ ദൗത്യമാണ് അനുഗ്രഹങ്ങളെ നിലനിർത്താനും റബ്ബിന്റെ അനുഗ്രഹങ്ങള് പേമാരി പോലെ വർഷിക്കുവാനും അത് വേണ്ട വിധം നിലനിൽക്കുവാനുമുള്ള ആവശ്യത്തിന് വേണ്ട ദിക്റാണ് ഇസ്തിഗ്ഫാർ. മാത്രമല്ല തന്റെ അനുയായികൾക്ക് ഈ പരിശുദ്ധമായ കർമ്മത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുക കൂടിയാണ് പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, അത് നമ്മെ പഠിപ്പിക്കുകയാണ്. അതല്ല പരിശുദ്ധ ഹബീബ് പഠിപ്പിച്ചത്. മൻ അക്സറ മിനൽ ഇസ്തിഗ്ഫാർ, ഒരാൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ദീഖിൻ മഖ്റജാ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ പരിഹാരം ഇസ്തിഗ്ഫാർ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മൻ അക്സറ മിനൽ ഇസ്തിഗ്ഫാർ, ഒരാൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ജഅലല്ലാഹു ലഹു, അല്ലാഹു അവനക്ക് ആക്കുന്നതാണ് മിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ടെൻഷനുകളിൽ നിന്നും തുറവടിപ്പാട് നൽകുന്നതാണ്. ഡിപ്രഷൻ ഇതൊക്കെ മാറും. എന്ത് മുറുകെ പിടിച്ചാൽ? ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചാൽ. വമിൻ കുല്ലി ദീഖിൻ മഖ്റജ, ജീവിതത്തിലെ പ്രതിസന്ധികൾ, കുടുക്കുകൾ, അതിൽ നിന്നൊക്കെ തുറവടിപ്പാടുണ്ടാകും. കുടുക്കൊക്കെ മാറും. വഴിമുട്ടലൊക്കെ, അതൊക്കെ ആ പ്രയാസങ്ങളൊക്കെ തീരും. വറസഖഹു, മാത്രമല്ല അടുത്തത് പറയുന്നു അല്ലാഹുവിന്റെ ഹബീബ്, വിശാലത്തിന്റെ നാവല്ലയോ ഇത്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു നടത്തി കൊടുക്കുന്നതാണ്. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവന് വേണ്ടതൊക്കെ അല്ലാഹു നൽകുന്നതാണ്. പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളിങ്ങനെ പരക്കം പായ ദുന്യാവ് നേടാന്, സുഖമുണ്ടാവാന് പരക്കം പായ, പുടുത്ത പായല. നിസ്കാരത്തെ കളാക്കിയിട്ട വണ്ടി കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. കാരണം നമ്മളൊക്കെ എന്തില്ല? പശ്ചാത്താപ മനസ്സ് ഇല്ലേ ഇല്ല. പിന്നെങ്ങനെ കിട്ടുക? അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഉണ്ടാവണം പൊന്നാര സുഹൃത്തെ. കൂട്ടമായി എല്ലാം വേണമെന്നല്ല പറയുന്നത്, കൂട്ടമായും ഒറ്റക്കുമൊക്കെ ആവും. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കൂട്ടായി എതിർക്കുന്ന ആളുകൾ ഒറ്റക്ക് ചെയ്യണ്ടോ? ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരാൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ അവനുണ്ടാ നൽകുന്ന നേട്ടങ്ങളാണ് ഈ പറയുന്നത്. വലിയ നേട്ടങ്ങളാണ്. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിട്ട് ഒരാൾ പറഞ്ഞു, യശ്കു ഇലൈഹിൽ ഫഖർ. ഒരാൾ വന്നിട്ട് ഹസൻ ബസരിയോട് പറഞ്ഞു, ദാരിദ്ര്യം വല്ലാതെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ജീവിതത്തിൽ വല്ലാത്ത വിഷമം, ദാരിദ്ര്യമുണ്ട് എന്റെ ജീവിതത്തിൽ. അല്ലാഹുവിന്റെ മഅരിഫത്ത് ലഭിച്ച ഹസൻ ബസരിയോട് ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ അയാൾക്ക് മരുന്ന് നിർദ്ദേശിക്കുകയാണ്. വർദ്ധിപ്പിച്ചോളി, എന്ത് നീങ്ങും, ദാരിദ്ര്യം നീങ്ങും എന്ന് അയാളോട് ഹസൻ ബസരി പറഞ്ഞു. രണ്ടാമത് അയാൾ വന്നിട്ട് സമീപിച്ചിട്ട് പറഞ്ഞു, വേറൊരാൾ വന്നിട്ട് ഹസൻ ബസരിയോട് പറഞ്ഞു, ജഫാഫ ബുസ്താനിഹി, തന്റെ തോട്ടൊക്കെ ഉണങ്ങിപ്പോവാണ്, കൃഷിയൊക്കെ ഉണങ്ങാണ്, അതിന്റെ ഫലം ലഭിക്കുന്നില്ല, വേണ്ടത്ര ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഫഖാൽ, അയാളോട് പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല,
ഇസ്തഗ്ഫിറുള്ള വർദ്ധിപ്പിച്ചോ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കോ. അയാളോടും പറഞ്ഞു. 2 രോഗത്തിനും മരുന്നൊന്ന്. മൂന്നാമത്തെ വേറൊരാൾ രോഗം വന്നും പറഞ്ഞിട്ട് വരികയാണ്. യസ്കു ഇലൈഹി അദമൽ ഇൻജാബ്. കായ്കളൊക്കെ ഉണ്ടാകും, പക്ഷെ അത് പാകപ്പെട്ടും വരൂല. അപ്പൊക്കെ എന്ത് ചെയ്യും? അതിന്റെ മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോകും. മണ്ടരി ബാധിച്ചു വല്ലാതെയൊക്കെ നഷ്ടപ്പെടുന്നു. എന്താ വഴി? മറുമരുന്ന് നിർദ്ദേശിക്കുകയാണ്. ഹസൻ ബസരിയോട് ചോദിക്കുകയാണ്. ഹസൻ ബസരി പറയുന്നു, നിങ്ങൾ പറഞ്ഞോളീം, ഇത് വർദ്ധിപ്പിച്ചോളീം. 3 ആള് പ്രശ്നം 3 നൽകുന്നത് ഒരു മരുന്ന്. അത് ഇയാളൊക്കെ ഈ മരുന്നിനുള്ള എല്ലാത്തിനും ഇതാണ് എന്ന് മനസ്സിലാക്കണ്ട. ഇത് മതി, ഈ ഒരു മരുന്ന് മതി. ഇത് പറഞ്ഞപ്പോ സ്വാഭാവികമായി നമ്മളൊക്കെ ഉള്ളിലുള്ള ആ ചിന്ത സദസ്യരിലുണ്ടായി. അവര് ചോദിച്ചു, നിങ്ങള് എന്താണ് 3 ആളുടെ പ്രശ്നം 3 നൽകിയത്? പരിഹാരം 1 നൽകിയത്, എന്താണിത് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ ഹസൻ ബസരി പറഞ്ഞു, ലം അസിദ് അലാ മാ ജാഅ ഫീ കിതാബില്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ വന്നതിനേക്കാൾ അധികം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയംദദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. ഇതെന്നാണ് ഞാനിത് പറഞ്ഞു കൊടുത്തത്. നൂഹ് നബി തന്റെ ജനതയോട് പറഞ്ഞത്, നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ തേടണം. റബ്ബ് വല്ലാതെ ദോഷങ്ങളെ പൊറുക്കുന്നവനാണ്. ഇതുണ്ടായാൽ, ഇസ്തിഗ്ഫാർ നിങ്ങളിലുണ്ടായാൽ ഉണ്ടാകുന്ന നേട്ടമെന്താ? ഒന്നാമതായി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. മഴ ഇഷ്ടം പോലെ ലഭിക്കുന്നതാണ്. മഴ ഇഷ്ടം പോലെ കിട്ടും. ജലക്ഷാമുണ്ടാകൂല. വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ കൃഷി ഉണങ്ങുന്ന പ്രശ്നം വരില്ല. പരിഹാരം അത് തന്നെയാണ് ഇസ്തിഗ്ഫാർ. മാത്രമല്ല വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, ധനവും മക്കളും ധനവും സമ്പത്തും സന്താനങ്ങളും നൽകിക്കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും. എന്തുണ്ടായാൽ? ഇസ്തിഗ്ഫാർ ഉണ്ടായാൽ. ഇന്ന് വന്ധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കാം. പരിഹാരമാർഗം ഇസ്തിഗ്ഫാർ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, സമ്പത്തും സന്താനവും നൽകി അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. രണ്ടാമത് അയാൾ പറഞ്ഞ എന്താ? രണ്ടാമത് അയാൾ പറഞ്ഞ പ്രശ്നം, കായ്ക്കനികൾ വേണ്ടതുപോലെ ലഭിക്കണില്ല. അതിലൊക്കെ നഷ്ടം വരാണ്. കൃഷിയൊക്കെ ചെയ്ത് ഫലം എടുക്കുമ്പോ ഉണ്ടാവില്ല. അതന്നെ, വാഴയൊക്കെ കൃഷി ചെയ്തിട്ട് ആണ് തന്നെ. അതന്നെ. വയദ്ദുകും ബിഅംവാലിൻ വബനീൻ. മൂന്നാമത് വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. വലിയ തോട്ടങ്ങളും വലിയ വലിയ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ്. ഇതിനൊക്കെ വേണ്ടതെന്ത്? ഇസ്തിഗ്ഫാർ. അതാണ് ഞാൻ 3 രോഗത്തിനും ഒരു മരുന്ന് നൽകിയതെന്ന് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അവന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ഈ പറഞ്ഞ അംർ ഇബ്നുൽ ആസിയുടെ ഈ വാക്കിനെ അടിവരയിട്ടുകൊണ്ട് പരിശുദ്ധ ഹബീബ് പറഞ്ഞ ഒരൊറ്റ ഹദീസ് നിങ്ങൾക്ക് കൈമാറി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ ഉതിയ ഫശക്കർ വബ്തുലിയ ഫസബർ വളലമ ഫസ്തഗ്ഫർ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ സഹാബത്തിനെ കൂടിയിരുത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ ഉതിയ ഫശക്കർ, ഒരാൾക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടു, ഫശക്കർ, അയാൾ നന്ദി ചെയ്തു, വബ്തുലിയ, പരീക്ഷിക്കപ്പെട്ടു, ഫസബർ, ക്ഷമ കൈക്കൊണ്ടു, വളലമ, ജീവിതത്തിൽ അക്രമങ്ങൾ വന്നുപോയി, ജീവിതത്തിന്റെ ക്രമം തെറ്റിപ്പോയി, അക്രമങ്ങൾ വന്നുപോയി, ഫസ്തഗ്ഫർ, ഉടൻ പൊറുക്കലിനെ തേടുകയും ചെയ്താൽ. ഇത് 3 പറഞ്ഞിട്ട് നബി ഫസക്കത റസൂലുള്ളാഹി. അതൊരു ഹിക്മത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ. ഗൗരവമുള്ള വാക്കുകൾ പറഞ്ഞിട്ട് സദസ്യർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഒരു ചിന്ത ഉണ്ടാക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന് മുണ്ടാതെന്ന് ഫസക്കത റസൂലുള്ളാഹി. ഈ 3 പറഞ്ഞിട്ട് എന്താ? മൻ ഉതിയ ഫശക്കർ വബ്തുലിയ ഫസബർ വളലമ ഫസ്തഗ്ഫർ. സുമ്മ സക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ മൗനം പാലിച്ചപ്പോ ഫഖാലൂ, വിജ്ഞാന കുതുകികളായ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മാദാ ലഹു യാ റസൂലല്ലാഹ്, ഈ 3 ഗുണങ്ങളുള്ള മനുഷ്യൻ എന്താണ് ലഭിക്കുക ഹബീബേ?
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉലൈക ലഹുമുൽ അംനു വഹുമുൽ മുഹ്തദൂൻ. ഇവർക്ക് നിർഭയത്വമുണ്ട്, ഇവർക്ക് സമാധാനമുണ്ട്. വഹുമുൽ മുഹ്തദൂൻ, അവർ സന്മാർഗികളുമാണെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അവർക്ക് പിന്നെ ജീവിതത്തിൽ ഒന്നും പേടിക്കേണ്ടി വരില്ല, അവർക്ക് വഴിതെറ്റുന്ന പ്രശ്നവും വരില്ല. എന്തുണ്ടായാൽ? ഈ 3 ഗുണമുണ്ടായാൽ. ഇതിന്റെ ബേസ് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹുമാണ്. അപ്പൊ 4 ആയി. അംർ ഇബ്നു ആസ് പറഞ്ഞ 4 ഹദീസിൽ വന്നു. ഇത് 3 സ്വീകരിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. അതന്നെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തെങ്കിലും ഒന്നൂല് പറയൂല. അവരൊക്കെ പറഞ്ഞത് പരിശുദ്ധ ഹബീബിന്റെ വാക്കും പരിശുദ്ധ ഖുർആനും മനസ്സിലാക്കിക്കൊണ്ട്. അല്ലാഹു ആ ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ 3 ഗുണങ്ങളുള്ളവൻ അവന് സന്മാർഗിയാണ്, അവന് നിർഭയത്വമുണ്ട്. പേടിക്കേണ്ട രംഗങ്ങൾ ഏതൊക്കെ ഉണ്ട് അവിടൊക്കെ അവന് അള്ളാഹുവിന്റെ സഹായവും രക്ഷയും തുണയും ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബ് തആല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ അവന്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. റബ്ബിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും പറയുന്ന എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, സദസ്സിലും അല്ലാതെയും. അള്ളാഹു എല്ലാവർക്കും അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ നിറവേറ്റി കൊടുക്കട്ടെ. മക്കള് നമ്മുടെയൊക്കെ പല വിദ്യാർത്ഥികളും SSLCയും പ്ലസ് ഒക്കെ പരീക്ഷകളെ നേരിടാൻ പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ പരീക്ഷയിലൊക്കെ വലിയ വിജയം റബ്ബ് തആല നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിലും പരീക്ഷണങ്ങളിലും വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിതത്തെ വിനിയോഗിക്കാനും റബ്ബിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാനും റബ്ബ് തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ റബ്ബ് തആല അവന്റെ ജന്നാത്തുൽ നഈമിൽ അവന്റെ അംബിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങളോടൊപ്പം നമ്മുടെ മഹത്തുക്കളായ നേതാക്കളോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് റബ്ബ് തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉസ്താദിന്റെ അസുഖങ്ങൾക്ക് റബ്ബ് തആല പരിപൂർണ്ണ ശിഫയും ശമനവും എത്രയും പെട്ടെന്ന് നൽകി ആയുരാരോഗ്യത്തോടെ ആഫിയത്തോടെ നമ്മുടെ സദസ്സിലേക്ക് ഇനിയും വരാനും നമുക്ക് ദീനിന്റെ അറിവുകൾ പകർന്നു നൽകാനും റബ്ബ് തആല ഉസ്താദിനെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ.